വന്നിട്ടുള്ളത് റസാഖിന്റെ ഷോപ്പിലാണ്. റസാഖിന്റെ ഷോപ്പിൽ എന്തോ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നല്ല കഴിഞ്ഞില്ലാന്നൊരു പറഞ്ഞിട്ട് ബാക്കിയുള്ള ഐറ്റംസ് നജ്മത്ത് അൽ ഷൈദാണ്. അപ്പൊ മാക്സിമം നിങ്ങൾ ഇവിടെ വന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മാഷാ അല്ലാഹ് ഫുഡെല്ലാം വേറെ ലെവലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫുഡെല്ലാം കാണിച്ചു തരാം ഞാൻ അങ്ങോട്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ റസാഖ് കിച്ചൻ്റെ ഷോപ്പിലെ വെറൈറ്റീസ് ഓഫ് പലഹാരം. ഞാൻ അവിടെ പോകുമ്പോൾ തന്നെ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 11:30 ടൈം ആയതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ഫുഡെല്ലാം കഴിയാനായിട്ടുണ്ടായിരുന്നു. എന്നാൽ തന്നെ പറയാം ഗൈസ്, അടുത്ത ഫുഡ് ഒരു രക്ഷയില്ല. അടുത്ത ബ്രേക്ക് പലഹാരം ആയിക്കോട്ടെ, നമ്മളൊരു ഓഫീസെല്ലാം കഴിഞ്ഞ് വന്ന് അവിടെ ഒരു ചായയും കുടിച്ചിരിക്കുമ്പോൾ റസാഖിൻ്റെ ഷോപ്പിൽ പരിപ്പട ആയിക്കോട്ടെ, ഉള്ളിവട ആയിക്കോട്ടെ, മെയിനായിട്ട് പറയാനുള്ളത് ഉന്നക്കായ, ഇതെല്ലാം വേറെ ലെവലാണ് ഗൈസ്. എന്തായാലും ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മൾ അജ്മാനിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ഫുഡും അതിൻ്റെ ടേസ്റ്റും സ്പെഷ്യലായിട്ട് അവിടെ മെയിനായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം ഹോം മെയ്ഡ് ആക്കുന്നത്. സോ ഇറ്റ്സ് വെരി ബെറ്റർ. മാക്സിമം നിങ്ങൾ ഇനി അജ്മാനിലേക്ക് വരുമ്പോൾ നജ്മത്ത് അൽ ഷൈദിലേക്ക് വന്നിട്ട് എല്ലാ ഫുഡും ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പം, പരിപ്പുവട, അതെല്ലാം വേറെ ലെവലാണ് ഗൈസ്. ഞാനത് കഴിച്ച് നോക്കിയിട്ടുണ്ട്. മാഷാ അല്ലാഹ് വേറെ ഒന്നും പറയാനില്ല അത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ റസാഖിച്ച അതും കൂടെ ഒന്ന് പറഞ്ഞാൽ എല്ലടാ ഉന്നക്കായ അതെല്ലാം കഴിഞ്ഞില്ലാന്ന് റസാഖ് പറഞ്ഞത്. മാഷാ അല്ലാഹ് അച്ചിപ്പത്തിരി അതെടുത്ത മെയിൻ സ്പെഷ്യൽ. പിന്നെ വേറെ ക്വാളിറ്റി എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. അപ്പൊ അത് വേറെ എക്സ്ട്രാ ടേസ്റ്റ് ആയിട്ട്. പിന്നെ ചായ എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. സമാവറുണ്ട്, കരക്കുണ്ട് അല്ലേ? സുലൈമാൻ ഇവിടെ ചോദിക്കാനില്ല. മാഷാ അല്ലാഹ് എന്നെ പറയാ.